നമസ്കാരം. നിങ്ങൾ സൈക്കോളജിയിലെ മാസ്റ്റേഴ്സ് പഠനം തുടങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങളുടെ ആ പഠന സാമഗ്രികളിലെ പ്രത്യേകിച്ച് ബ്ലോക്ക് 4, യൂണിറ്റ് 4 അതിൽ ഈ പ്രശ്നപരിഹാരശേഷി പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് അത് വർദ്ധിപ്പിക്കാനുള്ള തന്ത്രങ്ങളെപ്പറ്റി പറയുന്നുണ്ടല്ലോ. നമ്മളിന്ന് അതിലേക്കാണ് ഒന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത്. എങ്ങനെ ഈ കഴിവുകൾ മെച്ചപ്പെടുത്താം എന്നതിൽ. അതെ, ഒരുപാട് തിയറികൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ കഴിവുകൾ അതെങ്ങനെ പ്രായോഗികമാക്കാം എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, അല്ലേ? നിങ്ങളുടെ ഈ യൂണിറ്റിൽ പറയുന്ന പോലെ 3 കാര്യങ്ങൾ അതിൽ നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം. ഒന്ന്, ഈ പഠിപ്പിക്കുന്ന രീതികൾ, അതായത് പെഡഗോജിക്കൽ സ്റ്റഫ്, അത് നമ്മളെ എങ്ങനെ സഹായിക്കും. പിന്നെ ഒരറിവ് അത് പുതിയൊരു സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ സഹായിക്കുന്ന ട്രാൻസ്ഫർ, പ്രൊമോട്ടിംഗ് ട്രാൻസ്ഫർ, അതെങ്ങനെ സാധ്യമാക്കാം. പിന്നെ മൂന്നാമതായിട്ട് സംഭാഷണങ്ങൾ, ഡയലോഗ്, അതിനിതിലെന്താണ് പങ്ക്. ഒരു സൈക്കോളജി സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് നിങ്ങൾക്കിതെങ്ങനെ ഗുണകരമാകും എന്ന് നോക്കാം. കൊള്ളാം. അപ്പോ ആദ്യത്തെ കാര്യം, ഈ പഠനരീതികൾ. മിക്കപ്പോഴും ക്ലാസ്സിൽ ലെക്ചറുകൾ കേൾക്കുന്നത് അത് മാത്രം പോരല്ലോ, അല്ലേ? പ്രത്യേകിച്ചൊരു പ്രശ്നം പരിഹരിക്കാൻ പഠിക്കുമ്പോൾ. ഇവിടെ യൂണിറ്റിലെ ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ കാണുന്നുണ്ട്. തീർച്ചയായും. വെറുതെ കേട്ടിരുന്നാൽ പോരാ, കാര്യങ്ങൾ ചെയ്തു പഠിക്കാൻ അതിനുള്ള അവസരങ്ങൾ കിട്ടണം. ഇപ്പോ ഗ്രാഫിക്സുകൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ക്ലാസ്സിൽ തന്നെ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൊടുക്കുന്നത്, ഡേറ്റ തന്നിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ ആവശ്യപ്പെടുന്നത്, ഇതൊക്കെ പല രീതിയിൽ ചിന്തിക്കുന്നവരെ സഹായിക്കും. നമ്മുടെ തലച്ചോറിനെ അത് കുറച്ചുകൂടി ആക്റ്റീവാക്കും, അല്ലേ? വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ പ്രേരിപ്പിക്കും. ഈ യൂണിറ്റിൽ പറയുന്ന IDAL എന്നൊരു ഘടനയുണ്ടല്ലോ, അതൊരു നല്ല ടൂളായിട്ട് തോന്നി. പ്രശ്നപരിഹാരത്തിനൊരു ഓർഡർ കിട്ടാൻ ഇത് സഹായിക്കില്ലേ? തീർച്ചയായും. ഐഡിയൽ എന്നത് അത് വെറുമൊരു അക്ഷരങ്ങളുടെ കൂട്ടല്ല, അതൊരു ചിന്താരീതിയാണ്, ഒരു ഫ്രെയിംവർക്ക്. ഐഡന്റിഫൈ, എന്താണ് ശരിക്കുള്ള പ്രശ്നമെന്ന് കണ്ടെത്തുക. ഡിഫൈൻ, അതിനെ വ്യക്തമായിട്ട് നിർവചിക്കുക. എക്സ്പ്ലോർ, എന്തൊക്കെ വഴികളുണ്ട്, പരിഹാരങ്ങളുണ്ട് എന്ന് ആലോചിക്കുക. ആക്ട്, നമ്മൾ തിരഞ്ഞെടുത്ത വഴിക്കനുസരിച്ച് പ്രവർത്തിക്കുക. ലുക്ക് ബാക്ക്, അവസാനം ചെയ്തത് ശരിയായോ, എന്താണിതിൽ നിന്ന് പഠിച്ചത് എന്ന് തിരിഞ്ഞു നോക്കുക. ഇതിൻ്റെ ഒരു ഗുണമെന്താന്ന് വെച്ചാൽ ഇത് ചിന്തയെ ഒന്ന് ഓർഗനൈസ് ചെയ്യും. നമ്മൾ പലപ്പോഴും പ്രശ്നം മുഴുവൻ മനസ്സിലാക്കുന്നതിന് മുൻപ് ഒരു ഉത്തരത്തിലേക്ക് ചാടുമല്ലോ, ആ ഒരു പ്രവണതയെ ഇത് തടയും. ശരിയാണ്. അപ്പോ ഐഡിയൽ നമുക്കൊരു ഘടന തന്നു. പക്ഷേ ആ ഘടന ഉപയോഗിച്ച് പഠിച്ചൊരു കാര്യം അത് പുതിയൊരു പ്രശ്നത്തിനുപയോഗിക്കാൻ എന്തു ചെയ്യണം? അവിടെയാണ് ഈ ട്രാൻസ്ഫർ എന്നതിന്റെ ഒരു പ്രാധാന്യം വരുന്നത്, അല്ലേ? യൂണിറ്റിലെ അനലോജിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതെ, അതാണ് അടുത്തൊരു പ്രധാന പോയിന്റ്. ഒരു സാഹചര്യത്തിൽ നമ്മൾ പഠിച്ചൊരു തത്വം അത് മറ്റൊരിടത്ത് പ്രയോഗിക്കുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇതിന് ഈ അനാലജി, അതായത് സമാനമായ സാഹചര്യങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ്, അത് വളരെ പ്രധാനമാണ്. നിങ്ങൾ മുൻപ് പരിഹരിച്ചൊരു പ്രശ്നത്തിന് സമാനമായ ഒരു ഘടനയുള്ള പുതിയൊരു പ്രശ്നം വരുമ്പോൾ ആ പഴയ വഴി ഇവിടെയും ഉപയോഗിക്കാം എന്ന് തിരിച്ചറിയാൻ ഈ അനാലജി ചിന്ത സഹായിക്കും. അതായത് നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ വ്യത്യസ്തമായി തോന്നും, പക്ഷേ പ്രശ്നങ്ങൾക്കിടയിലെ ആ ഒരു ആന്തരിക സാമ്യം, ഡീപ്പ് സ്ട്രക്ചർ, അത് കണ്ടെത്താൻ പഠിക്കണം. അപ്പോഴാണ് ആ അറിവ് ശരിക്കും നമ്മുടേതാകുന്നത്, അല്ലേ? അതെ, കൃത്യമാണ്. വെറും പുറമേയുള്ള സാമ്യം മാത്രം നോക്കാതെ പ്രശ്നത്തിന്റെ കാതൽ അത് മനസ്സിലാക്കുമ്പോഴാണ് ആ അറിവ് നമുക്ക് പല സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. സൈക്കോളജിയിലെ പല തിയറികളും അത് പലതരം കേസുകളിൽ അപ്ലൈ ചെയ്യാൻ ഇത് സഹായിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം, സംഭാഷണം, ഡയലോഗ്. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്, അത് എങ്ങനെയാണ് ഈ പ്രശ്നപരിഹാര ശേഷിയെ സഹായിക്കുന്നത്? അത് രസമായി തോന്നുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ. യൂണിറ്റിൽ പറയുന്ന പോലെ ഒരു വിഷയത്തിൽ നല്ല അറിവുള്ളവർ, എക്സ്പേർട്സ്, പിന്നെ തുടക്കക്കാർ, നോവിസസ്, ഇവര് പ്രശ്നങ്ങളെ സമീപിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് തന്നെ ഒരു പഠനമാണ്. പക്ഷെ യൂണിറ്റിൽ ഒരിടത്ത് പറയുന്നുണ്ടല്ലോ, വിദഗ്ധരും തുടക്കക്കാരും ഏകദേശം ഒരേ സ്റ്റെപ്പുകളിലൂടെയാണ് പോകുന്നതെന്ന്. അതായത് വായിക്കുക, പിന്നെ തന്ത്രമുണ്ടാക്കുക, അത് നടപ്പാക്കുക, ഫലം നോക്കുക, അങ്ങനെ ഒരു പാറ്റേൺ. പിന്നെ എവിടെ വ്യത്യാസം? അത് നല്ല ചോദ്യമാണ്. ആ ഘട്ടങ്ങൾ, സ്റ്റെപ്പുകൾ, അത് ഏകദേശം ഒന്നു തന്നെയായിരിക്കാം. പക്ഷെ ഓരോ ഘട്ടത്തിലും അവർ എങ്ങനെ ചിന്തിക്കുന്നു, എത്ര സമയം അതിനു വേണ്ടി എടുക്കുന്നു, എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, അതിലൊക്കെ വലിയ വ്യത്യാസങ്ങളുണ്ട്.
ഉദാഹരണത്തിന്, എക്സ്പേർട്സ് പ്രശ്നം ശരിക്കും മനസ്സിലാക്കാൻ കൂടുതൽ സമയമെടുത്തുന്നിരിക്കും. തുടക്കക്കാർ ചിലപ്പോൾ പെട്ടെന്നൊരു പരിഹാരത്തിലേക്ക് എത്താൻ നോക്കും. ഈ ചെറിയ പക്ഷെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ അത് മനസ്സിലാക്കാൻ സംഭാഷണങ്ങൾ സഹായിക്കും. പിന്നെ ചിലപ്പോൾ നമ്മൾ തെറ്റായ രീതിയിലൊരു അറിവ് പുതിയ സ്ഥലത്ത് ഉപയോഗിക്കാൻ നോക്കും. ഇൻകറക്റ്റ് ട്രാൻസ്ഫർ അതും ഒഴിവാക്കാൻ ഇത്തരം ചർച്ചകൾ നല്ലതാണ്. ശരിയാണ്. മറ്റൊരാൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ചിന്തയിലും ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ പ്രശ്നപരിഹാര ശേഷി കൂട്ടാൻ 1 ഐഡിയൽ പോലുള്ള ഒരു ചിട്ടയായ സമീപനം വേണം. 2 അനലോജിയൊക്കെ ഉപയോഗിച്ചു പഠിച്ച കാര്യം പുതിയ സാഹചര്യങ്ങളിലേക്ക് മാറ്റാനുള്ള ഒരു കഴിവ്. പിന്നെ 3 വിദഗ്ധരും മറ്റുള്ളവരും എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംഭാഷണങ്ങൾ. ഇവയെല്ലാം പ്രധാനമാണ്. അതെ. ഒരു സൈക്കോളജി വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ ഈ പഠിക്കുന്ന തിയറികളൊക്കെ അതൊക്കെ യഥാർത്ഥ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ പ്രയോഗിക്കേണ്ടി വരുമ്പോൾ ഈ തന്ത്രങ്ങൾ ഇത് വളരെ ഉപകാരപ്പെടും. ക്ലാസ്സിലെ ചർച്ചകളിലും നിങ്ങളുടെ സ്വന്തം പഠനത്തിലുമൊക്കെ ഇവയൊന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും ഗുണം ചെയ്യും. തീർച്ചയായും. ഇത് കേട്ടപ്പോൾ എനിക്കൊരു ചിന്ത വന്നു. ഈ പഠന തന്ത്രങ്ങളൊക്കെ നമ്മൾ പരിശീലിക്കുന്നത് നമ്മൾ ഈ യൂണിറ്റിൽ തന്നെ പഠിച്ച ഫങ്ഷണൽ ഫിക്സ്ഡ്നെസ് എന്നൊരു തടസ്സമുണ്ടല്ലോ. അതായത് ഒരു സാധനത്തിന് അതിന്റെ സാധാരണ ഉപയോഗമല്ലാതെ വേറൊരു ഉപയോഗം കാണാൻ പറ്റാത്ത അവസ്ഥ. അതുപോലുള്ള മാനസിക തടസ്സങ്ങളെ മറികടക്കാൻ ഈ തന്ത്രങ്ങൾ എത്രത്തോളം സഹായിക്കും? ചിലപ്പോൾ മനുഷ്യന്റെ മനസ്സ്, പെരുമാറ്റം അങ്ങനെയുള്ള സങ്കീർണമായ വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഈ തന്ത്രങ്ങൾക്ക് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ടോ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തുടർന്നും ആലോചിക്കാവുന്നതാണ്.